fight. You have to accept it. It's a fight. It's a fight. You have won the game. Fight. അതായത് ഒരു സീറ്റ് ഒരു പുരുഷൻ മാറി തന്നിട്ട് അവിടെ ഇരിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഫൈറ്റ്. യു ഗോട്ട് ഇൻ ആഫ്റ്റർ യുവർ ഫൈറ്റ്. അതാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഞാൻ വളരെ സന്തോഷം. ഞാൻ എന്നും നമ്മളെല്ലാവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ അമ്മയാണ്. ഇപ്പൊ എന്റെ പ്രോഗ്രാംസ് പറയുന്നുണ്ട്. ആ പ്രോഗ്രാംസ് മുഴുവൻ ഞാൻ ഉദ്ദേശിച്ച തരത്തിലാണ് നടപ്പിലാക്കാൻ വേണ്ടി ഞാൻ ശ്വേതയുടെയും ടീമിന്റെ ഒപ്പം ഉണ്ടാവും. മുന്നോട്ടുള്ള കാര്യങ്ങൾ വലിയ തർക്കങ്ങളായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ വന്നിരുന്നത്. പുറത്തു വരുന്ന വാർത്തകളൊക്കെ എങ്ങനെയായിരുന്നു? മെമ്മറി കാർഡിനെ ചൊല്ലി തർക്കം, അതിനിടെ കേസ് കൊടുക്കുന്നു. ഇതൊക്കെ എങ്ങനെയായിരിക്കും ഇനി പരിഹരിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് ഇതിന്റെയൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് ഒബ്വിയസ്ലി നമ്മളെല്ലാം സോൾവ് ചെയ്തേ പറ്റൂലോ. നമ്മളെല്ലാരും സന്തോഷിപ്പിക്കുക, അത്രേ ഉള്ളൂ. ആൻഡ് ഞാൻ പറയാം, നമ്മളെല്ലാരും ആർട്ടിസ്റ്റ് ആണ്. നമ്മളെല്ലാരും ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നല്ല സിനിമകൾ ചെയ്യുക, കാശ് ഉണ്ടാക്കുക, ആൻഡ് സന്തോഷമായിട്ടിരിക്കുക. പിന്നെ നമ്മൾ എന്താ പറയാ, ഇപ്പൊ നമ്മൾ ഷോസ് ചെയ്യാനുള്ള ഇപ്പൊ ഒരുപാട് ദൌത്യങ്ങളുണ്ട്, ഒരുപാട് പ്രതിസന്ധികളുണ്ട്. അപ്പൊ അതെല്ലാം ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ സോൾവ് ചെയ്ത് മുന്നോട്ട് പോകും എന്ന് കരുതുന്നു. ആൻഡ് എല്ലാ മെമ്പേഴ്സും നമ്മുടെ കൂടെ ഉണ്ട്. ആൻഡ് ഐ ജസ്റ്റ് വാണ്ട് ടു സേ ദാറ്റ്സ് ഓൺലി. ശ്വേതക്കെതിരെ വന്നിരുന്ന കേസുകൾ ഇതുമായി ബന്ധപ്പെട്ടാണെന്ന് എപ്പോഴെങ്കിലും തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയല്ലേ? എന്തായിരുന്നു അന്ന് വന്ന കേസുമായി ബന്ധപ്പെട്ട് പറയുന്നത്? അതിപ്പോ കോടതിയിലാണ്. അതിനെ പറ്റി ഞാൻ ഒന്നും പറയാൻ പോകില്ല. അത് അതിന്റേതായ രീതിയിൽ അത് മുന്നോട്ട് പോകും. അത് ഈ തെരഞ്ഞെടുപ്പുമായി എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു? എനിക്കത് തോന്നി. എന്താണ് തോന്നിയത്? തന്നെ നിങ്ങളിപ്പോ ചോദിച്ച ചോദ്യത്തിന് തെരഞ്ഞെടുപ്പുമായി ബന്ധമുണ്ടായിരുന്നു. അതെ, ഒബ്വിയസ്ലി. ബിക്കോസ് ഞാൻ ഈ സിനിമകളെല്ലാം 10-12 വർഷം മുമ്പേ ചെയ്ത സിനിമകളാണ്. അപ്പോ അതിന്റെ പറ്റി ഇപ്പോ ഈ സമയത്ത് ഒരു ഭയങ്കര ടൈമിംഗ് ആയിരുന്നു. പക്ഷെ അവരെല്ലാവരും മറന്നുപോയത്, ഞാനൊരു കുടുംബിനിയാണ്, ഞാനൊരു അമ്മയാണ്. അപ്പോ എന്റെ ഫാമിലിക്ക് അത് ഭയങ്കരമായി ബാധിച്ചു. അതാണ് എനിക്ക് ഭയങ്കര ഷോക്ക് തന്നത്. ഈ പരാതിക്ക് പിന്നിൽ സഹപ്രവർത്തകർ തന്നെയാണെന്ന് തോന്നുന്നുണ്ടോ? അതൊക്കെ അത് കോടതിന്റെ തീരുമാനം വരട്ടെ. അത് അതിന്റേതായ രീതിയിൽ പോട്ടെ. ഐ വോണ്ട് സേ ദാറ്റ്. അല്ല, ഈ പരാതി കൊടുത്ത ആൾക്ക് സിനിമയുമായി യാതൊരുവിധ ബന്ധമില്ലാത്ത ഒരാളാണ്. അതാണ് ഞാൻ ചോദിച്ചത്. സഹപ്രവർത്തകർ എനിക്കും അത്ര ഷോക്ക്. എനിക്ക് ആ ആള് ഇന്നുവരെ കോൺടാക്ട് ചെയ്തിട്ടില്ല. എനിക്ക് ഇയാളെ അറിയില്ല, ഒന്നും അറിയില്ല. സോ മൂപ്പര് എന്താ പറയണത് എനിക്ക് മനസ്സിലാവില്ല. ഏത് രീതിയിൽ എന്ത് അടിസ്ഥാനത്തിലാണ് മൂപ്പര് ഈ കേസ് കൊടുത്തത്, ഏത് രീതിയിലാണ് ഇത് മജിസ്ട്രേറ്റ് FIR ഇടാൻ പറഞ്ഞത്, അതൊന്നും എനിക്കറിയില്ല. ഇതിൽ മാത്രമല്ല, സേത അഭിനയിച്ച ചിത്രങ്ങളായിരുന്നു ഇതിൽ കൂടുതലായിട്ട് കാണിച്ചത്. അതായത് സേതയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന സഹപ്രവർത്തകർക്ക് മാത്രം പറ്റുന്ന ഒരു കാര്യമാണ്. പുറത്തുനിന്ന് ഒരാൾക്ക് പെട്ടെന്ന് സാധ്യമാണെന്ന് തോന്നുന്നില്ല. അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിരുന്നു? ഒന്നും പറയാനില്ല. പറയാഞ്ഞിട്ടാണോ അല്ലെങ്കിൽ തോന്നിയില്ല എന്നാണോ? നിങ്ങൾ എന്നെ വിളിക്കൂ, ഞാൻ നിങ്ങൾ പേഴ്സണലായിട്ട് പറയാം. അപ്പൊ തോന്നിയിരുന്നു? ഒന്നും തോന്നിയിട്ടില്ല. നിങ്ങൾ വെറുതെ എന്റെ വായന്റെ ഉള്ളിൽ വാക്കുകൾ ഇടല്ലേ. പറയാനുള്ള പറഞ്ഞോളൂ. പറയല്ലേ? പറയാം, പിന്നെ പറയാം. അതിന്റേതായ സമയം വരും, പറയാം. തീർച്ചയായിട്ടും സംസാരിക്കും. ഉറപ്പായിട്ടും. ജസ്റ്റ് ഇപ്പോ 5-7 മിനിറ്റ് ആയിട്ടുള്ളൂ. എങ്ങനെ എജൻഡ? നമ്മൾ അങ്ങനെ യുദ്ധത്തിനൊന്നും പോകാൻ പോകുന്നില്ലല്ലോ. എജൻഡ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എല്ലാ കാര്യങ്ങളും സോൾവ് ആയിട്ട് മുന്നോട്ട് പോവുക, അത്രയേ ഉള്ളൂ. ആര് വന്നാലും, ഇതിലിപ്പോ ദേവൻ അങ്കിൾ വന്നിട്ടുണ്ടെങ്കിൽ ദേവൻ അങ്കിൾ തന്നെയാ പറയാ. ഞാൻ വന്ന് ആരാണെങ്കിലും നമ്മളെല്ലാരും എങ്ങനെ അമ്മേന്റെ മെമ്പേഴ്സിനെ എങ്ങനെ അവരെ സന്തോഷിപ്പിക്കുക, അവരെ മാസാമാസം അവരെ കൈനീട്ടം, എല്ലാം നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ്, എത്രയോ കാര്യങ്ങളുണ്ട്. സത്യം പറഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ ബിഗ് ചാരിറ്റി. അപ്പൊ ഒരു ചാരിറ്റി ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് വലിയ ഡ്യൂട്ടിയാണ്. യെസ്, അത് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ ഡ്യൂട്ടിയിൽ ഇറങ്ങിയത്. Thank you so much. Thank you so much. Thank you so much, guys. Thank you. God bless you.